റൈസറോൺ ഇത് ഇവിടുത്തെ കഫറ്റീരിയയാണ്. ഞങ്ങൾ ഇവിടെ വന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. സ്തോത്രം. അത് നല്ല സംവിധാനമാണ്. ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. കേരള. ആ, मालूम है केरला? हाँ मालूम है. कितना दिन बैठेगा? 1-2 दिन बैठेगा. कल जाएगा. पैसे लो. ഇവിടുത്തെ വേഷവിധാനങ്ങളൊക്കെ പ്രത്യേകതയാണ്. ഇവിടുത്തെ ആളുകൾ വളരെ അഡ്വഞ്ചർ മനോഭാവമുള്ള, അങ്ങനെ അവർക്കിവിടെ ജീവിക്കാൻ പറ്റും. അവരുടെ വഴികൾ, അവരുടെ വീട്, അവരുടെ താമസം, ഇതെല്ലാം ഒരു സാഹസമാണ്. നമ്മൾ ഇവിടെ താഴോട്ട് നോക്കിയാൽ ഗാധമായ കൊക്കകളാണ്. അതിൻ്റെ സൈഡിലാണ് ഈ ഇത്ര വലിയ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. റോഡില്ലാത്തതുകൊണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക. കോൺക്രീറ്റ് റോഡുകളാണ്. അടിയിലൊന്നും ഇല്ലെങ്കിലും പില്ലറുകളൊക്കെ വെച്ച് നമ്മൾ പാലം പണിയുന്ന പോലെ റോഡ് ഉണ്ടാക്കിയെടുക്കും. വീടുകളും അങ്ങനെ. ഈ വീടുകളൊക്കെ ഇവിടെ നിൽക്കുന്നത് അതിന് ഫൗണ്ടേഷനൊന്നുമില്ല. താഴേന്ന് തൂണുകളാണ്. തൂണുകൾ പില്ലറുകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ആ പില്ലറുകളിലാണ് ഈ വീടുകളൊക്കെ ഇവർ പണിത് വെച്ചിരിക്കുന്നത്. താഴേക്ക് അഗാധ ഗർത്തമാണ്. താഴോട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് ഭയം വരും. അത്ര ഭയങ്കരമായിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഇവിടെ. അതിസാഹസികമായ ഒരു ജീവിത ശൈലിയുള്ള ജനത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ പെന്തക്കോസ് പാസ്റ്റർമാർ, പെന്തക്കോസ് മലയാളി പാസ്റ്റർമാർ, സഭകൾ, ഞങ്ങൾക്കിവിടെ ഒന്ന് ഒരെണ്ണം പോലും കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കാണാൻ ഇത്തിരി ശ്രമിച്ചു. അങ്ങനെ ആരെയും കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ റൂം വാടകയ്ക്കെടുത്ത് ആണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഇവിടെ ഭാരതയാത്ര ഒരു അത്ഭുത യാത്രയായി തീരുവാൻ ദൈവജനമെല്ലാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.